ഹലോ, ഞാൻ ഈ തേരപ്പാര നടക്കുന്നത് അബുദാബിയിലുള്ള ഹുദ്രിയാത്ത് ബീച്ചിലാണ്. ഇന്നിവിടെ എന്തൊക്കെയാണല്ലേ നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. കാണാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടുള്ള എൻട്രൻസ് തൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഗെയിംസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ പരിപാടികളാണ്. നമുക്ക് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ഗെയിംസ് കളിക്കാനും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടെഡീസും അങ്ങനത്തൊക്കെയാണ് നമുക്ക് ഇതിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടാം. അപ്പോൾ കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇതാ നോക്ക്, ഇതാണ് ആ ബീച്ച്. കുറേ ഏരിയയിലായിട്ടുണ്ട് കേട്ടോ ഇത്. നല്ല രസമാണ് കാണാനായിട്ട്. ഭയങ്കര ഭംഗിയുണ്ട്. ഒരുപാട് ബീച്ചിൽ നമ്മൾ പോകാറുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് കുറേ ടെറ്റീസിനൊക്കെ ഒരു വെച്ചേക്കുന്നുണ്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തപ്പി നടക്കുന്നതാണ് കേട്ടോ ഇത്. എന്നിട്ട് എനിക്കിതിലേക്ക് ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. പിന്നെ നല്ല നീറ്റുമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതലെല്ലാം നല്ല ഇഷ്ടമാവും. നല്ല ഭംഗിയുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ് ഫുൾ. ഇത് കണ്ടോ, ഈ കയറ് കെട്ടി തിരിച്ചേക്കണതിൻ്റെ അപ്പുറത്തേക്ക് പെയ്ഡാണ്. നമുക്കവിടെ 50 ഐഡിയ എന്ന് തോന്നുന്നു. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കയറാൻ പറ്റും. അതിനിപ്പുറത്ത് ഫ്രീ ആണ് കേട്ടോ. ഞങ്ങൾ പൈസ കൊടുത്തൊന്നും കയറില്ല. എന്തിനാ വെറുതെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഫുള്ളൊന്നും നടന്ന് കാണാൻ പോലുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. നോക്കിയേ, പാരറ്റ്സിനൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ വരണം. നല്ല കുറേ സെറ്റപ്പ് ഉണ്ട് അടിയിലേക്കൊക്കെ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ബീച്ചിലെ വെള്ളം, എൻ്റെ ദൈവം എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല കളറാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അവിടെ കിടന്ന് ഒരുത്തിന് അഭ്യാസം കാണിക്കണമൊക്കെ. അവൻ കുറേ നേരമായി ഓരോരോ പരിപാടികൾ കിടന്ന് കാണിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. നല്ല മേളായിരുന്നു എൻ്റെ. അത് ഓരോ സ്പീഡ് ബോട്ട് എടുത്തിട്ട് അവനവിടെ കിടന്ന് അഭ്യാസം കാണിക്കണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് ഇടവിട്ട് അവൻ ഓരോന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ചുറ്റി തിരിഞ്ഞ് വന്നെങ്കിൽ അഭ്യാസം കാണിക്കൽ തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ അവിടെ നിന്ന് ഒരു ആൻറ്റി ഫോട്ടോ എടുക്കണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് വേണം ട്രെയിനിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയതാണത്. ഓക്കെ, പിന്നെ അവൻ്റെ മേളങ്ങൾക്കും തന്നെ കുറേ നേരമായി രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നല്ലവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്നു. ഈ വെള്ളം എത്ര നോക്കി നിന്നാലും നമുക്ക് മടുക്കില്ല കേട്ടോ. അത്ര രസമുള്ള വെള്ളമാണ്. നമ്മുടെ നാട്ടിലെ ബീച്ചിലെ കളറല്ലല്ലോ ഇവിടുത്തെ വെള്ളത്തിന്. അതാണ് ഇനി കൂടുതൽ ഭംഗി കൊടുക്കണേന്ന് തോന്നുന്നു. ഇനി വരുമ്പോൾ എന്തായാലും ഇതിലിറങ്ങി കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്ര രസമാണ്. നമുക്ക് ഇറങ്ങാനേ തോന്നും. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാനായിട്ട്. നോക്കിയേ, സൂര്യനെ കാണാൻ എന്ത് ഭംഗിയാണ്. സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാൻ തോന്നും. അത്രയ്ക്ക് രസമുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ, ഫോറിനേഴ്സൊക്കെ. ഈ പക്ഷീനെ നോക്ക്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തോ റിബൺ പോലെ എന്തോ സെറ്റപ്പൊക്കെ കെട്ടിയിട്ട് നല്ല രസമുണ്ട്. ആൾ കുറേ നേരമായിട്ട് അവിടെ അനങ്ങാതെ നിൽക്കല തന്നെയാണ്. പറക്കണതൊന്നും കണ്ടില്ല കേട്ടോ. എന്ത് പക്ഷിയാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഓക്കെ, ഈ ബീച്ചിൻ്റെ പേരെഴുതിക്കണം നോക്കിയേ. നല്ല രസമില്ലേ സൂര്യനെയും ആ ബീച്ചിൻ്റെ പേരെഴുതിക്കണം നോക്കി കൂടി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞാൻ അതിൻ്റെ ആ തുഞ്ചത്ത് പോയി നിന്നിട്ട് കാണാം എങ്ങനെയുണ്ട് സൺസെറ്റ് എന്നുള്ളത്. സൺസെറ്റ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ബീച്ചുള്ളതുകൊണ്ട് നമ്മൾ പോയി കാണലുണ്ട് അഴീക്കോട്. എന്നാലും ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഒരു ഫുൾ മറ്റേത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ സൂര്യൻ്റെ വീട്ടിൽ പോകലുണ്ട് അഴീക്കോട് ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണാൻ പോകുമ്പോൾ. ഇതൊരു കുറേ നേരം നിന്ന് ആ ഫുൾ സൂര്യൻ മറിഞ്ഞു പോണ പേരെ ഞാൻ നോക്കി തന്നെ നിന്നു. എനിക്കിത് ഫുള്ള് കാണണമെന്ന് വിചാരിച്ചിട്ട്. ഒരു ഫുൾ സൺസെറ്റ് ഫുൾ ഇങ്ങനെ ഭയങ്കര അറ്റൻഷനോടുകൂടി നിന്നിട്ട് ഭയങ്കര ഫോക്കസ് ചെയ്ത് കണ്ടൊരു കാഴ്ചയായിരുന്നു ഇത് കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ പിന്നെ സൺസെറ്റ് കഴിഞ്ഞിട്ടും നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ ട്രെയിനാണ്. നമ്മുടെ നേരത്തെ കണ്ടില്ലേ നമ്മൾ ട്രെയിനകത്തൊക്കെ കണ്ടു. പിന്നെ ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഓടി പോയിരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. അവിടെ ഇരിക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിന് ചെറിയൊരു തട്ടലും ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഫോട്ടോ ആണല്ലോ നമുക്ക് മെയിൻ. സോ ഫോട്ടോ എടുത്തു. ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയത് നല്ല രസമില്ലേ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫോട്ടോയിൽ കാണുന്ന കഴിഞ്ഞും വീഡിയോയിൽ കാണുന്ന കഴിഞ്ഞും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് ഇങ്ങനെ നടന്ന വഴി പോകുമ്പോഴത്തേനും. പിന്നെ എൻ്റെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. എനിക്ക് ഇങ്ങനെയാണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ കാണുന്ന ബീച്ചിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ സൺസെറ്റ് കഴിഞ്ഞുകൊണ്ട് അത്ര ലൈറ്റൊന്നും ഇല്ലായിരുന്നു. എന്നാലും എവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ പതിയെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.